എങ്ങോട്ട്? നിങ്ങളുടെ തോട്ടത്തിലേക്ക്. എന്തിന്? അത് നിങ്ങൾ പറയണം. കല്ല് വേണമെങ്കിൽ കല്ല് ചുമക്കാം, തെങ്ങിന് തറവെടുക്കണമെങ്കിൽ അത് ചെയ്യാം. അതിനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കൂലി തരേണ്ടി വരും. അക്രോണേ, നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മാത്രം ആഗ്രഹിക്കുന്ന പ്രായത്തിലുള്ള ഈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ തോട്ടത്തിൽ കൊണ്ടുപോയി മാട് പോലെ പണിയെടുപ്പിക്കാന്ന് വെച്ചാൽ? സ്നേഹിക്കാൻ വന്നിരിക്കുന്ന ഒരാള് താൻ ആരുവാ ഇതൊക്കെ പറയാൻ? അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇന്നീ കുട്ടികൾ തോട്ടത്തിൽ വരുന്നില്ല. ഇന്നല്ല, ഇനി ഒരിക്കലും. നേരം നെറിയുള്ള പിള്ളേരെ താൻ വഷളാക്കാൻ ഇറങ്ങിയിരിക്കുക? അല്ല, നന്നാക്കാൻ. ഇവർക്ക് ആവശ്യം സ്നേഹമാണ്, അത് കൊടുക്കാൻ. അച്ഛനാരെന്നറിയാൻ വയ്യാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പിള്ളേരെ. അതെ, അതുകൊണ്ടാണല്ലോ അനാഥ പിള്ളേരായത്. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഈ നാട്ടിലെ അച്ഛനാരാന്നറിയാത്ത കുഞ്ഞുങ്ങളൊന്ന് സംഘടിച്ചാലുണ്ടല്ലോ, അവരായിരിക്കും ഇവിടുത്തെ ഏറ്റവും അംഗസംഖ്യയുള്ള രാഷ്ട്രീയ കക്ഷി. റൈറ്റ്? നിങ്ങളിങ്ങനെ ഒന്നും പറയാറുണ്ടല്ലോ. എങ്ങനാ എവിടെയോ തലയന്മാരില്ലാത്ത ഒരുത്തം വന്ന് നാട്ടിലെ ക്രമസമാധാനം തിറക്കാന്ന് വെച്ചാ? നിങ്ങൾ ബഹളം വെക്കാതെ ഭാർഗവൻ പിള്ളേ, ഒന്ന് ഇരിക്കേ. ഇരുന്നുകൊണ്ടെന്താ കാര്യം? അവൻ ആദ്യം കുടുംബത്തിൽ കയറി കലക്കി. ആ പാവം മഹേശ്വരമ്മയുടെ മനസ്സ് ഇപ്പോഴും നേടുക. അതായത് നിക്ക് ഇന്നിപ്പോ എന്താ ഉണ്ടായത്? അല്ല, ഞാൻ ഇന്ന് പള്ളി ചെന്നപ്പോ ഇവൻ പറയാം അകത്ത് കയറണ്ടെന്ന്. പിള്ളേരാണെങ്കിൽ എന്നെ കാണണം പറയും ദേ നിലവിളി. പക്ഷെ ഇവൻ സമ്മതിക്കണ്ടേ? ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിങ്ങി പോന്നു. കാര്യം എന്താന്ന് വെച്ചാല് ഭാർഗവൻ പിള്ള വലിയ ചൂടാണെന്നുള്ള അഭിപ്രായം. അല്ല, ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള അനാഥാലയത്തിൽ ഞാൻ കയറുന്ന പറയാം ഇവനാരാ? അങ്ങനെ ചെയ്തെങ്കിൽ അത് ശരിയല്ലല്ലോ. എന്ന് പറഞ്ഞാ പോരാ, വിളിച്ചൊന്ന് സംസാരിക്കണം. പിന്നെ തങ്കമണി കുഞ്ഞമ്മയുടെ മകളുടെ കല്യാണം എന്തായി? ഇനി അടുത്ത അതാ 7-ാം തീയതി വെച്ചിരിക്ക. അവർക്കും അവനെ കണ്ടെടുത്താ കണ്ടൂടാ. എന്നോട് പ്രത്യേകം പറഞ്ഞിരിക്കുക കല്യാണത്തിന് അവനെ സഹകരിപ്പിക്കരുതെന്ന്. അവിടെ എങ്ങാനും അവൻ വരും, ആൾക്കാർ കൈവെക്കും. സമാധാനമായിട്ടിരിക്കേ, നമുക്കെല്ലാം ശരിയാക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, പിള്ള ഇവിടെ താമസിക്കാൻ വന്നു എന്ന് അറിഞ്ഞ പിന്നെ ഐഷാമോക്ക് ഒരു സന്തോഷ. എന്താ അങ്ങനെ? വാടകയ്ക്ക് താമസിക്കാൻ വരുന്നവരൊക്കെ നമ്മളെ നോക്കൂന്ന അവളെ വിചാരം. ഗുഡ് മോർണിംഗ് മെമ്പർ സാർ. വരവ് വെച്ചിരിക്കുന്നു. ഈ വരുന്ന 7-ാം തീയതിയാണ് നമ്മുടെ തങ്കമണി കുഞ്ഞമ്മയുടെ മോളും ബാങ്ക് മാനേജർ ഓമനക്കുട്ടനായിട്ടുള്ള കല്യാണം. കരക്കാരെ വിളിക്കാൻ എന്നെ ചോലപ്പെടുത്തിരിക്കുക. അതെയോ? മൊയ്തീൻ കാക്ക അങ്ങ് വരണം. ഒരു ചായ കുടിച്ചിട്ട് പോവാ. അയ്യോ വേണ്ട, നേരമില്ല. ഒരു തവണ കണ്ട് മുഖപരിചയമുള്ള എല്ലാരെയും വിളിക്കാനാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇയാളെ ഞാൻ വിളിക്കുന്നില്ല. ഊരും പേരും അറിയാതെ തന്നെ ആരാവുക ഒരു മംഗളകർമ്മത്തിന് വിളിക്കുന്നത്? അതെന്താ പിള്ളേ മെമ്പർ സാർ അങ്ങനെ പറഞ്ഞത്? അനാഥ പിള്ളേർ അപ്പുറത്ത് വേണം. അവരോട് വിളിക്ക്, കഴിച്ചിട്ട് പോട്ടെ. വിളിക്ക്. കുറച്ച് ഇങ്ങോട്ട് ബഹളം ഉണ്ടാക്കിയിരിക്കണ്ട. തന്നെയാരാ വിളിച്ചത്? ആരും വിളിച്ചില്ല. ഇത് ഓമനക്കുട്ടന്റെ കല്യാണമാണെങ്കിൽ ഒരു ഉരുള കഴിക്കാനുള്ള അർഹത എനിക്കുണ്ട്. അത് ക്ഷണിച്ചിട്ട് വരുന്നവർക്ക്. ഊരും പേര് അറിയാൻ പറ്റുന്ന തന്നെയാണോ കല്യാണത്തിന് ക്ഷണിക്കുന്നത്? ഈ ഇരിക്കുന്ന എത്ര പേരുടെ ഊരും പേരും നിങ്ങൾക്കറിയാം. അപ്പൊ ഇത് ഊരും പേരും അറിയാത്ത ആൾക്കാർക്ക് ഉണ്ണാനുള്ള പന്തിയാണ്. ചുമ്മാ വാടിക്കാ സാമ്പാർ വഴി. അല്ലപ്പാ ഇനി വന്നേ. ഇയാളെ പിടിച്ച് പുറത്തേക്ക്. എഴുന്നേക്കടോ.
ഇങ്ങോട്ട് എഴുതാ. ഇങ്ങോട്ട് എന്തൊരു പിള്ളേർ ഇവിടെ ഇങ്ങോട്ട് വരെ. ഛെ. വരൂ. ഈ അസമയത്ത് ഉപദ്രവിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഞാൻ നാളെ മടങ്ങിപ്പോവാണ്. അമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. ക്ഷമ പറയേണ്ടത് ഞാനാണ് കുട്ടി. എന്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ട് മാന്യമായി എനിക്കൊന്ന്. അമ്മ വിഷമിക്കണ്ട. ഊട്ടിയിൽ പോയാലും ഈ ലോകം മുഴുവൻ കീഴടക്കിയാലും എനിക്ക് ഈ വീട്ടിൽ അതിനുള്ള അർഹതയുള്ളൂ. അടിച്ചു കളിക്കാരി ജാനകിയമ്മയുടെ മകന് അതിനുള്ള യോഗ്യതയില്ലേ ഉള്ളൂ. പ്രഭാകര, എന്തോ കണ്ടോ? ഇല്ല. കാണുന്നില്ലേ? വേണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. കുഞ്ഞെ, വേദനിപ്പിക്കരുത് കേട്ടോ.